ഗൈസ്, നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മുടെ കുഞ്ഞാവയുടെ നൂലുകെട്ടാണ്. അപ്പം നമ്മളിവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നൂലുകെട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കാണ് കേട്ടോ. കുഞ്ചുവിൻ്റെ അച്ഛനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മുടെ കരിവേളയും നമ്മൾ ചരടൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നൂലുകെട്ടിൻ്റെ ടൈം എന്ന് പറയുന്നത് 10:40-നും 11:30-ക്കും ഇടയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10:30 കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും വന്നൊക്കെ തുടങ്ങിയത്. ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു കേട്ടോ. കാരണം കുഞ്ഞാവേനെ എനിക്ക് എടുക്കാൻ ടൈം കിട്ടിയതേ ഇല്ല. ബാക്കി എല്ലാവരും എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പൂസ് ഇവിടെ നമ്മുടെ ചടങ്ങ് കഴിഞ്ഞിട്ടുള്ള സദ്യയാണ്. നമ്മൾ സദ്യക്കാണ് ഓർഡർ കൊടുത്തത്. സദ്യക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. കുഞ്ഞാവ് പിന്നെ ഇന്ന് കരഞ്ഞതേ ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുത്തോണ്ട് അവനിങ്ങനെ എടുത്തോണ്ട് നടക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമുക്ക് സമയമായിട്ടുണ്ട്, നമ്മുടെ ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവേനെ നമ്മൾ കുളിപ്പിച്ച് ഓൾറെഡി നമ്മൾ നേരത്തെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മേലൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് നേരിയത് ആദ്യം ഉടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നീട് അവരിൽ തന്നെ കൺഫ്യൂഷനായി. നമ്മൾ നേരിയത് മാറ്റിയിട്ടാണ് ചരട് കെട്ടേണ്ടതെന്ന് പറഞ്ഞു. ഇനി അടുത്ത വലിയൊരു ടാസ്കിലോട്ടാണ് കേട്ടോ ഞാൻ കടക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ എൻ്റെ ഡെലിവറിക്ക് ശേഷം ഫസ്റ്റ് ടൈമാണ് തറയിലിരിക്കുന്നത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ മടങ്ങിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞാവേനെ അപ്പൂസ് ഞങ്ങളുടെ കയ്യിലോട്ട് കൊണ്ട് തന്നിട്ടുണ്ട്. നമുക്കെന്നതിനെ ചടങ്ങിലോട്ട് ആയിട്ട് നമ്മളൊരു കറുത്ത ചരട് കെട്ടി ആദ്യം. അതിനുശേഷം നമ്മൾ ഗോൾഡിന്റെ അരഞ്ഞാണം ഇട്ടു. ഇനിയിപ്പം നമ്മുടെ ഗിഫ്റ്റിന്റെ ടൈമാണ് കേട്ടോ. ഗിഫ്റ്റുകളെല്ലാം കൊണ്ടുവന്നവരൊക്കെ ഇടുന്ന ടൈമാണ്. ആദ്യം നമ്മുടെ കുഞ്ഞാവിയുടെ മാമനാണ് ഇടുന്നത്. കഴിഞ്ഞ ശേഷം ഞങ്ങൾ പേരിടുന്ന ചടങ്ങിലോട്ട് കിടക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ പേര് അച്ഛൻ ചെവിയിൽ പറയാണ് കേട്ടോ. പേര് കുറച്ച് കടുകട്ടിയായിട്ടുള്ള പേരാണ്. പേര് കണ്ടുപിടിച്ചത് വേറെ ആരുമല്ല, അതും കുഞ്ഞിൻ്റെ മാമനായിരുന്നു. ഞാൻ ഓൾറെഡി വേറൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പിന്നെ ബേബികളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കുന്ന് പെമ്പിള്ളാരുടെ പേര് കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. അതൊന്നും പ്രയോജനപ്പെട്ടില്ല. കുഴപ്പമില്ല. അപ്പം നമ്മുടെ കുഞ്ഞാവയുടെ പേര് എന്ന് പറയുന്നത് ഹെയ്ഡൻ ആദം എന്നാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാവർക്കും അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. കാരണം വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പേര്. വിധു എന്നാണ് നമ്മുടെ കുഞ്ഞാവയുടെ വീട്ടിൽ വിളിക്കുന്ന പേര്. മറ്റത് ഋതു, ഇത് വിധു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മുടെ സദ്യയുടെ ടൈമാണ്. സദ്യ എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആക്ച്വലി ഞങ്ങൾ ഈ വീഡിയോ ഭയങ്കര ഷോർട്ടാണ്. നമ്മൾ നൂലുകെട്ടിന്റെ വീഡിയോ കുറച്ച് അധികം ലെങ്തി ആയിട്ട് എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. രാവിലെ ഒരു ഗെറ്റ് റെഡി ഒക്കെ ചെയ്തെടുക്കണം എന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. കുഞ്ചുവിനൊക്കെ കാണുമ്പോൾ പറയാം, കുഞ്ചുവൊക്കെ ഹെയർ സ്റ്റൈൽ പോലും ചെയ്തിട്ടില്ല.
അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞാവ വന്നതിന് ശേഷം എല്ലാം ഇപ്പൊ നമ്മുടെ ഒരു ടൈം ടേബിൾ പോലും മാറിയിരിക്കുകയാണ്. അവന്റെ ടൈം ഏതാണോ അതാണ് നമ്മുടെ ടൈം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് പ്രിഫറൻസ് ഉള്ളൂ. അങ്ങനെ മാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.